ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗ് കബാബാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് കാണുമ്പോൾ നമ്മുടെ മുട്ട ബജിയൊക്കെ പോലെ തോന്നും, പക്ഷേ നല്ല ടേസ്റ്റാണ്. പിന്നെ സ്പൈസി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടായതിന് ശേഷം സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ക്വാണ്ടിറ്റിയിലും മാറ്റം വരുത്താം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി ഇത് സവാള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. റെസിപ്പി ഞാൻ മുന്നൊരു വ്ളോഗ് ചെയ്തിരുന്നു, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡ്സ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതും പേസ്റ്റാക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അളവൊന്നുമില്ല, ഇപ്പോൾ ഒരു അളവിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗരം മസാല അല്ല ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേപ്പില നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റൊക്കെ നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട എടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ എഗ് യോക്കൊക്കെ മഞ്ഞ ഭാഗമൊക്കെ നമുക്ക് മാറ്റണം. എന്നിട്ട് ഇത് നമ്മുടെ മസാലയിലിട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് മസാലയിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാലയ്ക്ക് ഇതുപോലെ ആ മഞ്ഞയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ ടൈമിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ എന്താ പറയുക, നാടൻ സ്റ്റൈലാണ് ഒന്നും കൂടെ ഇഷ്ടം. മല്ലിയില ഒന്നും അധികം പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് മല്ലിയില ചേർക്കാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവ് അഥവാ ഗ്രാം ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ പഴം ഒക്കെ പൊരിക്കില്ലേ, നമ്മൾ ബജിയൊക്കെ പൊരിക്കുന്ന ആ ഒരു തിക്ക് ബാറ്റർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടിയത്. ആ എഗ്ഗിൽ ഈ ബാറ്റർ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം. അല്ലാതെ ഇങ്ങനെ മെഷർമെൻ്റ് ഒന്നുമില്ല, ഇത്ര ഗ്ലാസ് വെള്ളം എന്നൊന്നുമില്ല. ഒരു അത്യാവശ്യം തിക്കായിരിക്കണം. ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരല്പം കൂടി തിക്കാണ്. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ വെള്ളം മൊത്തമായിട്ട് ചേർക്കാതെ ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത്.
ഇനി നമുക്ക് കബാബ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഒരു എഗ് വൈറ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ ആ മഞ്ഞ പാർട്ട് എടുത്ത് മാറ്റിയില്ലേ, ആ ഭാഗത്തേക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കി വെച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മസാല കൂടുതൽ വെക്കണമെങ്കിൽ കൂടുതൽ വെക്കാം. ഇനിയിപ്പം മസാല അധികം വേണ്ടെങ്കിൽ ആ എഗ് യോക്ക് എടുത്ത ആ കുഴി ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് മാത്രം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മസാല വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി മറ്റുള്ള എല്ലാ എഗ്ഗും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു എഗ്ഗ് എടുക്കുക. അത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഫ്ലെയിം അധികം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്നാക്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് എടുക്കുമ്പോൾ തന്നെ കയ്യിൽ നിറയെ എണ്ണയായിരിക്കും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കാം. അപ്പോൾ നമ്മുടെ എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID MU_Malabar എന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് അയച്ച് തരാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് MU_Malabarലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.